Hi friends, welcome back. 10,000 താഴെ എസ്പെഷ്യലി ഒരു 8,500 രൂപ റേഞ്ചിലൊക്കെ നമ്മളൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലാഗ് ഇല്ലാത്ത അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോൺ വേണം എന്നുള്ളതാണ്. അതിനവിടെ സഫീഷ്യന്റ് ആയ റാം വേണം, അത്യാവശ്യം നല്ലൊരു പ്രൊസസർ വേണം. പല ഫോണുകളിലും റാം ഉണ്ടെങ്കിൽ നല്ല പ്രൊസസർ ഉണ്ടാവില്ല, നല്ല പ്രൊസസർ ഉണ്ടെങ്കിൽ റാം ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥ നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ് എല്ലാ ബ്രാൻഡിലും. ഒരു ബ്രാൻഡ് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ ബ്രാൻഡിലും അങ്ങനെയാണ്. പക്ഷെ ആ ഒരു രീതിക്ക് ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഇതൊരു നല്ല ഫോണാണ്. 8,500 രൂപയാണ് ഇതിന്റെ പ്രൈസ്. ആ ഒരു പെർഫോമൻസിൽ നല്ല പ്രൊസസറും ആവശ്യത്തിന് റാമും സ്റ്റോറേജുമായിട്ട് ഒരു ഡീസന്റ് ഓപ്ഷൻ ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നല്ല ഡീസന്റ് സെറ്റപ്പ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിശദമായിട്ട് നമുക്ക് നോക്കാം. നേരെ വിടും. ഹായ്, അപ്പൊ ഇൻഫിനിക്സ് ഹോട്ട് ആൻഡ് പ്ലേ എന്ന ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്ത് വരുന്നു. എങ്കിലും ഒരു ഇനീഷ്യൽ റിവ്യൂ ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിശദമായിട്ടുള്ള റിവ്യൂ പിന്നീട് ചെയ്യാം. എന്തായാലും ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു വ്യത്യസ്തമായ ഫോണാണ് ഇതെന്ന് പറയുന്നത് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാണ് ഇൻഫിനിക്സിന്റെ ബോക്സ്, ഹോട്ട് ആൻഡ് പ്ലേ എന്ന ബോക്സ്. ഈ ഒരു ബോക്സിന് താഴെ നിങ്ങൾക്ക് കാണാം മീഡിയ ടെക്കിന്റെ ഹീലിയോ G35 എന്ന് പറയുന്ന പ്രൊസസർ. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ പ്രൊസസർ ആണ് കണ്ടുവരുന്നത്. ഇതൊരു ഡീസന്റ് ആയ പ്രൊസസറാണ്. ഇതിന്റെ ഒപ്പം 4GB റാം 64GB സ്റ്റോറേജ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഈ റാം സ്റ്റോറേജിന്റെ ഒപ്പം ഈ പ്രൊസസർ, ഈ ഒരു കോംബോ നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ പൊതുവെ കാണാറില്ല. അപ്പൊ ഈ ഒരു ബ്രാൻഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവർ മുമ്പിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. റിയർ സൈഡിലേക്ക് വന്നാൽ കുറെ അധികം ഡീറ്റെയിൽസ് വേറെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് വിശദമായിട്ട് ഫോണിനെ കണ്ടുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറയാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ തന്നെയാണ് കാണുന്നത്. ഫോണൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു ചാർജർ 10 വാട്ടിന്റെ ചാർജർ വരുന്നുണ്ട്, മൈക്രോ USB കേബിൾ വരുന്നുണ്ട്, ഒരു ട്രാൻസ്പെറന്റ് ബാക്ക് കേസ് വരുന്നുണ്ട്, സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡോക്യുമെന്റേഷനും സിഗ്നേച്ചർ ടൂളും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് വരാം. അപ്പൊ ഇതാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് ആൻഡ് പ്ലേ എന്ന ഫോൺ. വളരെ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ ഫോണാണ്. 6.82 ഇഞ്ച് വരുന്ന വലിയൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയുള്ള ഒരു വലിയ സ്മാർട്ട് ഫോൺ ആണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് ആൻഡ് പ്ലേ. സോ നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിന്റെ ഒരു ഓവർവ്യൂ, എങ്ങനെയുണ്ട് ഈ ഫോൺ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുമ്പോൾ ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും പോർട്സും ഒക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഫ്രണ്ടിൽ നമുക്ക് എന്തായാലും 6.82 ഇഞ്ച് വരുന്ന ഒരു നോച്ചടക്കമുള്ള ഒരു ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. HD+ ഡിസ്പ്ലേ ആണ്. സെഗ്മെന്റിൽ ഇതൊക്കെ തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 440 നിറ്റ് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 90.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോയും വരുന്നുണ്ട്. NEG ഗ്ലാസ് പ്രൊട്ടക്ഷൻ, അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ പൊതുവെ ബഡ്ജറ്റ് സെഗ്മെന്റുകൾ, ഇത്തരം സെഗ്മെന്റുകളിൽ കാണുന്ന തരത്തിലുള്ള പ്രൊട്ടക്ഷനുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള ഗ്ലാസ് പ്രൊട്ടക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ ഡിസ്പ്ലേയുടെ സൈഡിൽ വരുന്നു. സൺലൈറ്റ് വിസിബിലിറ്റിയിലൊന്നും കാര്യങ്ങളിൽ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. ഓവറോൾ ഒരു ഗുഡ് ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ഈ ടൈപ്പിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ മൈക്രോഫോൺ, മൈക്രോ USB പോർട്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. 2 സിമ്മും മെമ്മറി കാർഡ് ഉപയോഗിക്കാം. 2 സിം ഡുവൽ 4G വോൾട്ടി തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പ് സൈഡിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും വരുന്നില്ല. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡുവൽ ക്യാമറയാണ്. 13 മെഗാ പിക്സലിന്റെ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. റിയർ സൈഡിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് സെൻസറിന്റെയും മറ്റു കാര്യങ്ങളും കാണാം. അതേപോലെ ഫേസ് അൺലോക്കും ഈ ഡിവൈസിൽ വരുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഒരു ടെക്സ്ചർ ഡിസൈൻ ആണ് റിയർ സൈഡിൽ വരുന്നത്. പ്ലാസ്റ്റിക് ബാക്ക് ഒരു ടെക്സ്ചർ സ്റ്റൈലിലാണ് വരുന്നത്. ഓവറോൾ ഇതാണ് ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ എന്ന് പറയുന്നത്, ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടോ? ലുക്ക് വൈസ് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ചോയ്സ്, ഞാൻ നിങ്ങൾക്ക് വിടുന്നു. സോ ഇതാണ് ഇതിന്റെ ഒരു ഇനീഷ്യൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ലുക്കും ഡിസ്പ്ലേയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓവറോൾ ഗുഡ് സെറ്റപ്പ് തന്നെയാണ്. ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ, വേറെ കംപ്ലൈൻസ് ഒന്നും നമുക്ക് ഇത്രയും ദിവസം യൂസ് ചെയ്തതിൽ നിന്നും തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസ് ഒന്ന് പരിശോധിക്കാം. കാരണം ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വളരെ കുറച്ച് ബ്രാൻഡുകളാണ് നമുക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ തരുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു പെർഫോമൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ വളരെ ഫാസ്റ്റ് ആയ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ഒരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ല. സഫീഷ്യന്റ്ലി ഫാസ്റ്റ് ആണ്. ഇനി ഇതിന്റെ ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് കൂടി നമുക്ക് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് അൺലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഈ മേഖലയിൽ, ഈ 2 മേഖലയിലും യാതൊരുവിധ പ്രശ്നവുമില്ല. വളരെ ഫാസ്റ്റ് ആയ ഒരു ഫേസ് അൺലോക്കും അതുപോലെ തന്നെ വളരെ റിലയബിൾ ആയ ഒരു ഫിംഗർ പ്രിന്റ് സെൻസറുമാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതിന്റെ മെയിൻ ഘടകമായ പെർഫോമൻസിലേക്ക് വരാം. മീഡിയ ടെക്കിന്റെ ഹീലിയോ G35 എന്ന പ്രൊസസറാണ്. ഈ ഒരു പ്രൊസസർ ഞാൻ പറഞ്ഞ പോലെ 8,500 റേഞ്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സെഗ്മെന്റിലെ ഏറ്റവും നല്ല പ്രൊസസർ എന്ന രീതിയിൽ ഉപയോഗിച്ച് വരുന്ന ഒരു പ്രൊസസറാണ്. സോ അവിടെ നമുക്ക് മിക്കവാറും എല്ലാ ബ്രാൻഡുകളിലും ഈ പ്രൊസസർ തന്നെയാണ് കാണുക. സോ ദി ബെസ്റ്റ് പ്രൊസസർ തന്നെയാണ് അവർ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
അതിന്റെ ഒപ്പം 4 GB റാമും 64 GB സ്റ്റോറേജും കൊടുക്കുന്നുണ്ട്. നമ്മൾ മുൻപത്തെ ഘടകങ്ങൾ മറ്റു പല മോഡലുകൾ, പല ഫോണുകൾ, പല ബ്രാൻഡുകളുടെ ഫോണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 4 GB റാം ഉണ്ടെങ്കിൽ G25 പോലുള്ള ഏതെങ്കിലും കുറഞ്ഞ പ്രോസസർ ആയിരിക്കും. G35 വരാറില്ല. G35 ഏതെങ്കിലും ബ്രാൻഡ് 8-9 രൂപയ്ക്ക് ഇടയ്ക്ക് തന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഈ റാമും സ്റ്റോറേജും 4 GB 64 കാണില്ല. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വ്യത്യാസം പൊതുവെ ഇത്രയും കാലം നമ്മൾ കണ്ടുവരുന്നതാണ്. ഇവിടെ നല്ലൊരു പ്രോസസറും അതിന്റെ ഒപ്പം നല്ലൊരു റാമും സ്റ്റോറേജും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിന്റെ പെർഫോമൻസ് സ്മൂത്തുമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്തായ ഓപ്പറേഷൻസ് ആണ്. ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യുമ്പോഴും യാതൊരു പ്രശ്നമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന ഒരു മികച്ച പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഈ ഒരു പ്രൈസിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫോണായിട്ട് തന്നെ ഇതിനെ വിലയിരുത്താം. ഇതിന്റെ യും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് XOS 7 ആണ് വരുന്നത്. സോ ആ ഒരു യുടെ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ലുക്കിൽ യാതൊരു കഥയിലും നമുക്കറിയാം. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെയുള്ള ലുക്കാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഇനി വേണമെങ്കിൽ തന്നെ നമുക്ക് വേറെ ഏത് ലോഞ്ചറോ അല്ലെങ്കിൽ ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇന്ന് ആൻഡ്രോയിഡ് ഫോണുകളിൽ അവൈലബിൾ ആണ്. സോ ലുക്ക് വൈസ് നമ്മൾ വെറൈഡ് ആവേണ്ട ആവശ്യമില്ല. എങ്കിലും ഇതിനകത്ത് പെർഫോമൻസിൽ യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് വരുന്നില്ല. വളരെ സ്മൂത്ത് ആണ്. ഇതിന്റെ സെറ്റിംഗ്സിലൂടെ നമ്മൾ ചെന്ന് ഇതിന്റെ എബൌട്ട് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാര്യങ്ങളൊക്കെ കാണാം. 4 GB റാം ഉണ്ട്, 64 GB സ്റ്റോറേജ് ഉണ്ട്, 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 13 മെഗാപിക്സലിന്റെ റിയർ ക്യാമറ, അങ്ങനെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും എബൌട്ട് സെക്ഷനിൽ വിശദമായിട്ട് കാണാം. ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ആണ്, XOS 7 ആണ് വെർഷൻ വരുന്നത്. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിന്റെ എബൌട്ട് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത് ലേറ്റസ്റ്റ് വെർഷനിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. XOS 7ന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ്. സോ ഓവറോൾ ഇതിന്റെ പെർഫോമൻസ് മേഖലയിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് അടക്കം യാതൊരുവിധ കുറവും പറയാനില്ലാത്ത നല്ല സ്മൂത്ത് ആയ എക്സ്പീരിയൻസ്. ഈ പ്രൈസ് സെഗ്മെന്റിൽ നമ്മുടെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ലാഗില്ലാത്ത ഫോൺ കിട്ടുക എന്നുള്ളതാണ്. അതിൽ ഞാൻ ഓക്കെയാണ്. ഇനി ഇതിന്റെ സാർ വാല്യൂ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 0.780 എന്നുള്ളതാണ്. ബോഡി സാർ വാല്യൂ ആണെങ്കിൽ 0.771 എന്നുള്ളതാണ്. സാർ വാല്യൂന്റെ കാര്യം നോക്കിയാലും ഒരു ഡീസന്റ് സെറ്റപ്പ് തന്നെ. ഞാൻ ഉപയോഗിച്ചിടത്തോളം കൊണ്ട് കോളിലും കാര്യങ്ങളിലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. ഓവറോൾ ഒരു നല്ല സെറ്റപ്പ് ആയിട്ടാണ് ഇതിന്റെ ഈ മേഖലകളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 13 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിന്റെ ക്യാമറ. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് വരുമ്പോൾ ഓക്കെ ആണോ എന്നുള്ള കാര്യം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് തികച്ചും പേഴ്സണൽ ആണ്. ക്വാളിറ്റി വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്തൊരു മെയിൻ ക്യാമറ പെർഫോമൻസ് ആണ് നമുക്ക് തോന്നുന്നത്. ഈ തരത്തിലുള്ളൊരു ക്വാളിറ്റി ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും പറയാനില്ലെന്ന് തോന്നുന്നു. ഡേ ലൈറ്റിലെ ഒരു വീഡിയോ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് കണ്ട് നോക്കാം. വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കുക. സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് സാമ്പിളുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പോയി കണ്ടു നോക്കുക. ഒറിജിനൽ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഒരു സ്ലോ മോഷൻ എടുക്കുമ്പോൾ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതെല്ലാം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലുള്ള ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പൊ ഈ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ മതിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. മെയിൻ ക്യാമറയുടെ ഇമേജുകളും ഒരു ചെറിയ വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സെൽഫി ക്യാമറയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കുക ഇമേജുകളൊക്കെ എങ്ങനെയുണ്ട്, ലൈറ്റ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ക്വാളിറ്റി നിങ്ങൾക്ക് ഓക്കെ ആണോ, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വീഡിയോ ക്വാളിറ്റി കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഓവറോൾ ഇതിന്റെ മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും നമുക്ക് ഈ ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഒക്കെയാണ് തരുന്നത്. അത് നിങ്ങൾക്ക് വർത്താണെന്നുള്ള കാര്യം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പല ഫോണുകളും നമ്മൾ നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ് ഇവിടെ കാണുക. ഇതിൽ 6000 mAh ബാറ്ററിയും 10 വാട്ട് ചാർജിങ്ങുമാണ് വരുന്നത്. സോ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ യാതൊരു ഇഷ്യൂ ഇല്ല. 12nm G35 പ്രോസസർ ഈ ഒരു സെഗ്മെന്റിലെ ബെസ്റ്റ് ആണ്. 6000 mAh ബാറ്ററി സെഗ്മെന്റിലെ ബെസ്റ്റ് ആണ്. HD+ ഡിസ്പ്ലേ ഈ സെഗ്മെന്റിലെ ബെസ്റ്റ് തന്നെയാണ്. സോ ആ എല്ലാ കോംബോയും കൂടി ചേർന്നുകൊണ്ട് തന്നെ ഒരു നല്ല ബാറ്ററി ലൈഫ് 1.5-2 ദിവസം വരെയുള്ള ബാറ്ററി ലൈഫ് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഇതിന്റെ ഒപ്പം നമുക്ക് DTS സറൗണ്ട് സൗണ്ട് പോലുള്ള സംവിധാനങ്ങളും ഈ ഫോണിൽ വരുന്നുണ്ട്. സോ കോൾ മാത്രമല്ല, പാട്ട് കേൾക്കാനായാലും മറ്റ് സിനിമ കാണുമ്പോഴായാലും ഒരു സറൗണ്ടിങ് സൗണ്ട് എഫക്റ്റിലൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഈ ഒരു വലിയ ഡിസ്പ്ലേയിൽ നന്നായിട്ട് നമുക്ക് വിഷ്വലിൽ ആസ്വദിച്ച് തന്നെ സിനിമ കാണാനുള്ള സൗകര്യമൊക്കെ ഇതിനകത്തുണ്ട്. സോ അപ്പൊ അത്രയുമാണ് ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. ഞാൻ എന്തായാലും ഓക്കെയാണ്. പ്രൈസിന് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെങ്കിൽ പോയിട്ട് അതിലൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.